നമസ്കാരം ഗഡേസ്, ഇറ്റ്സ് മീ ബാഹുമോ. അങ്ങനെ നമ്മുടെ ഓണം കൂടെ എത്തി അല്ലേ. അപ്പോൾ ഇത് തിരുവോണമാണ്. അപ്പോൾ തിരുവോണമായിട്ട് ഒരു സദ്യ ഇല്ലാണ്ട് എന്തിട്ട് ഓണമല്ലേ. അപ്പോൾ അതെ നമ്മുടെ വീടിൻ്റെ അകത്ത് ചെറിയ ഓണാഘോഷമായ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാം. കമോൺ. അങ്ങനെ നമ്മുടെ ഓണസദ്യ ഇവിടെ വിളമ്പി സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പാലട പ്രഥമൻ. ആഹാ, സാധാരണ എല്ലാവരും സദ്യ കഴിഞ്ഞിട്ടില്ല പായസം കഴിക്കാം. ഞാനിവിടെ നേരെ തിരിച്ച ഫസ്റ്റ് പായസം കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഓണസദ്യ ആയാലും കല്യാണത്തിൻ്റെ സദ്യ ആയാലും പായസത്തിനാണ് മെയിൻ ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ആയി തന്നെ പായസം കുടിച്ചിട്ട് നമുക്ക് സദ്യ കഴിക്കാം. അങ്ങനെ നമ്മുടെ ഓണസദ്യക്ക് വേണ്ടിയിട്ട് ഇതേ നമ്മുടെ അച്ഛൻ്റെ വക കട്ടിങ് പരിപാടീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അകത്ത് അമ്മേരെ കുക്കിംഗ് പരിപാടീസും തുടങ്ങിയിട്ടാ. ഇതേ നമ്മുടെ പുളിഞ്ചിയാണ്. ഇത് തലേദിവസം ഉണ്ടാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് വെള്ളരിക്ക മോരുകറിയാണ്. അപ്പോൾ അതിന് വേണ്ടി വെള്ളരിക്ക അമ്മ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ പച്ചമുളക്, ഇത്തിരി വെള്ളം ഒക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം. അങ്ങനെ വെന്ത് വന്ന നമ്മുടെ വെള്ളരിക്കയിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ്, നാളികേരം ജീരകം വെച്ച അരപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട് നമ്മൾ കടുക് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ അടുത്ത സദ്യ സ്പെഷ്യൽ റെസിപ്പികളായ സാമ്പാറിനും അവിയലിനും വേണ്ടിയിട്ട് അമ്മയും അച്ഛനും കൂടിയിട്ട് ഇവിടെ കട്ടിങ് കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിയലാണ് ഉണ്ടാക്കുന്നത്. അവിയലിന് വേണ്ടിയിട്ട് പച്ചക്കറി കഷ്ണങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഇടുക. അതിലേക്ക് ആവശ്യാനുസരണം നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് 1-2 പച്ചമുളക് കീറിയിടാം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്,
ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ അങ്ങോട്ട് വെക്കുക. നമ്മുടെ മോരുകറി ഒരു മൺകലത്തിൽ ഒഴിച്ച് സെറ്റപ്പാക്കിൻ്റെ അപ്പുറത്ത് നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ, അതായത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുൾ വീഡിയോ നമ്മൾ കഴിഞ്ഞ ഓണത്തിൻ്റെ വ്ളോഗായിട്ട് ഇട്ടുണ്ടായിരുന്നു. ബീട്രൂട്ട് പച്ചടി കിച്ചടി ഓണം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാൻ മറക്കണ്ട കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ സാമ്പാറിനുള്ള ഐറ്റംസിന് വേണ്ടിയിട്ട് പരിപ്പ് പച്ചക്കറി കഷ്ണങ്ങളും കൂടിയിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അവിയലിനുള്ള അരപ്പാണ്. അപ്പോൾ നാളികേരത്തിൽ കുറച്ച് ഉള്ളിയും കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതേ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്ന് വഴറ്റി ഇടാനായിട്ട് കുറച്ച് തക്കാളിയും കുറച്ച് മുരിങ്ങക്കായും കൂട്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് നമുക്ക് ഇനി മെയിനായിട്ട് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇവിടെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയത്തിന് തന്നെ നമുക്ക് സദ്യ ഒരുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ചിന്നിമോളുണ്ട് ഇവിടെ, ഞങ്ങളുടെ പൂച്ചക്കുട്ടി. അങ്ങനെ ഇതാ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രയ്ക്കേ ഉള്ളൂ. ഇനി അവസാന വേട്ട മിനുക്ക് പണിയായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ കയറിയിട്ട് നമ്മുടെ അവിയലൊന്ന് സൂപ്പറാവും കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് മറിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലക്കൂട്ടും സംഗതികളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അവസാന വേട്ട സ്റ്റെപ്പായിട്ട് കുറച്ച് കാച്ചി ഒഴിക്കൽ പരിപാടീസ് മാത്രമേ ഉള്ളൂ. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ പൊട്ടിച്ച് നമുക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനത്തെ ഐറ്റമായ ഒരു തോരനും കൂടി ആയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊത്തമര ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊത്തമര തോരനാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നാളികേരമിട്ട് വഴറ്റിയെടുത്ത മിശ്രിതത്തിലേക്ക് നമ്മൾ കൊത്തമര ഇട്ടിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തോരനെ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓണത്തിൻ്റെ സദ്യയുടെ ഒരിക്കലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കാര്യസ്ഥനെ പോലെ നടക്കുമ്പോൾ നമുക്കൊരു ചെറിയ പണി ചെയ്തിരിക്കും മോശമില്ല. അപ്പോൾ ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ പപ്പടം വറക്കാനുള്ള പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പടം കൂടി വറുത്തതിന് ശേഷം നമുക്ക് സദ്യ ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെയുണ്ട് അച്ഛാ നമ്മുടെ ഓണസദ്യ? നന്നായിട്ടുണ്ട്, അടിപൊളി. ടേസ്റ്റായിട്ടുണ്ട്. നല്ല
അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ പറയും. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസ. ആദ്യ ഗ്ലാസ് പായസം കുടിച്ചു. ഇനിയിപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സ് ആയിട്ട് പായസത്തിലൊരു പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ചിലർ പായസം, പഴം, പപ്പടം കൂട്ടി കഴിക്കും. എനിക്ക് പപ്പടം കൂടി അങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണവിശേഷം എങ്ങനെയുണ്ട്? ഇപ്രാവശ്യത്തെ വീട്ടിലിരുന്ന് ഓണം നമ്മൾ ഓണസദ്യ ഉണ്ടാക്കി അടിച്ചു പൊളിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ഗഡീസിനും നമ്മുടെ വക ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ട്ടാ. അപ്പോൾ കൂടുതൽ വീഡിയോസും മറ്റും കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ദിസ് ഈസ് ബാഹുമോഹൻ.